Hello friends, welcome to SAT, St. Augustine Tuition Center Madathumbadi. നമ്മൾ പഠിക്കാൻ പോകുന്നത് Solid State Chemistry Part 6, Close Packing in Solids, 2 Dimension. Here, particles are considered as hard sphere. ചെറിയ ഗോളങ്ങളായിട്ടാണ് നമ്മൾ ഓരോ ആറ്റങ്ങളെയും പാർട്ടിക്കിളെയും കാണുന്നത്. Okay. Suppose this is the a sphere. This is a sphere. ഒരു ആറ്റം, ഒരു സിംഗിൾ ആറ്റം. ഉണ്ടോ? അപ്പോൾ നമുക്ക് ഇങ്ങനെ ആറ്റങ്ങൾ ഇങ്ങനെ നമുക്ക് നേരെ ഇങ്ങനെ അറേഞ്ച് ചെയ്യും. ഇപ്പം നിങ്ങൾ ലൈനിൽ സ്കൂളിലൊക്കെ നിൽക്കാറില്ലേ നമ്മൾ യൂണിഫോം ഇട്ട് അതുപോലെ ഒന്നില്ലെങ്കിൽ ഇങ്ങനെ റോ ആയിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നേരെ ഇങ്ങനെ അറേഞ്ച് ചെയ്യാം. ഇങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ നമ്മളത് ഒരു ഡയമെൻഷനൽ ഒന്നില്ലെങ്കിൽ എക്സ് ആക്സിസ് ആ രൂപത്തിൽ അല്ലെങ്കിൽ വൈ ആക്സിസ് ഈ രൂപത്തിൽ കണ്ടോ. സോ ക്ലോസ് പാക്കിംഗ് ഇൻ 1 dimensions. ഫസ്റ്റ് നമ്മൾ 1 dimension പറയുന്നു, എന്നിട്ട് നമ്മൾ 2 dimensions പറയുന്നു. ഓക്കെ, 3 dimensions നമ്മൾ നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും പഠിക്കുക. ഓക്കെ, സോ ഇൻ ദിസ് അറേഞ്ച്മെന്റ് ഈച്ച് സ്പിയർ ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് 2 ഓഫ് ഇറ്റ്സ് നൈബേഴ്സ്. ഈ അറേഞ്ച്മെന്റിൽ ഇപ്പോൾ ഈ ഒരു സ്പിയർ ഞാൻ എടുത്തു, ഇതിന്റെ തൊട്ടടുത്ത് എത്ര ഉണ്ടോ ഇവിടെ വരണം. അപ്പോൾ 2 സ്പിയറുമായിട്ട് അത് കോണ്ടാക്റ്റിലാണ്. ഇങ്ങനെ ഒരു ആറ്റം എത്ര സ്പിയറുമായിട്ടാണ് കോണ്ടാക്റ്റിൽ വരുന്നത് അതാണ് അതിന്റെ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് ആരെടുത്താലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും പരമാവധി ഇവര് എത്ര പേരുമായിട്ടേ കോണ്ടാക്റ്റിൽ വരുന്നുള്ളൂ, 2 ആളുകളുമായിട്ടേ കോണ്ടാക്റ്റിൽ വരുന്നുള്ളൂ. ക്ലിയർ? സോ the number of nearest neighbors of a particle is called its coordination number. Clear? The coordination number is 2. Here the coordination number is 2 because one atom is shared with 2 other adjacent or neighbors atom. Okay? Clear? The number of nearest neighbors or adjacent atom or particle is known as coordination number. Here the coordination number is 2. Is it clear? Okay. Now close packing in 2 dimensions. Close packing in 2 dimensions എന്ന് പറയുമ്പോൾ നമുക്ക് ലെങ്ത് വൈസും ബ്രെഡ്ത്ത് വൈസും പറയാം. എന്താണ് സാർ അങ്ങനെ പറയാൻ കാരണം? 1 dimension നമ്മൾ എക്സ് ആക്സിസ് മാത്രം അല്ലെങ്കിൽ വൈ ആക്സിസ് മാത്രം ഇങ്ങനെയുള്ളൂ. ക്ലിയർ? ഇപ്പം നിങ്ങളിപ്പോൾ നേരത്തെ കണ്ട അത് ബലൂൺ ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്യാം. ഇങ്ങനെ നേരെ കണ്ടോ, ഇത് 1 dimension. അല്ലെങ്കിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്യാം, ഇതും 1 dimension. ബട്ട് 2 dimension എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? ഒന്ന് നിങ്ങൾ ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നു, ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ദെൻ മുകളിലേക്ക് അറേഞ്ച് ചെയ്യുന്നു. ക്ലിയർ? അപ്പോൾ ഈ മുകളിലേക്ക് അറേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ മുന്നിൽ 2 ഓപ്ഷനാണുള്ളത്. ഓക്കെ, ഓപ്ഷൻ നമ്പർ 1, ഈ ആറ്റത്തിന്റെ മീതെ തന്നെ ഇത് വെക്കാം. ഇങ്ങനെ മീതെ വെച്ച് പോകും. കണ്ടോ, വെക്കുന്നു, ഇങ്ങനെ വെക്കുന്നു. കണ്ടോ? ചുരുക്കി പറഞ്ഞാൽ ഇതിങ്ങനെ ഞാനൊരു 3 വരയ്ക്കാൻ മനസ്സിലാക്കാൻ വേണ്ടി 1 2 3 ഒരു 4 വരയ്ക്കുക. അടുത്തത് നിങ്ങൾക്ക് ഇങ്ങനെ അതിന്റെ മീതെ വെക്കാം. 1 2 3 4. ഇത് ഒരു ഓപ്ഷൻ. ഓക്കെ, മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് 1 2 3 4. ഇതിന്റെ ഇത് ശരിയായില്ല വരച്ചത്. 1 2 3 4. ഓക്കെ, നമ്മൾ നേരത്തെ വെച്ചത് എക്സാക്ട് ഇതിന്റെ മുകളിലാണ് വെച്ചത്. എന്നാൽ അങ്ങനെയല്ല, ഈ ഒരു ഗ്യാപ്പ് ഉണ്ടോ, ആ ഗ്യാപ്പിൽ കൊണ്ടുവന്ന് വെക്കുന്നു. 1 2 3. അങ്ങനെ 2 രീതിയിൽ നമുക്കിത് അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും 2 dimensionൽ. ഓക്കെ, ക്ലിയർ? നമുക്ക് നോക്കാം സ്ക്വയർ ക്ലോസ് പാക്കിംഗ്. അതെങ്ങനെയാണ് നോക്കാം. ഹിയർ ദ സ്പിയേഴ്സ് ഓഫ് ദ സെക്കൻഡ് റോ ആർ പ്ലേസ്ഡ് എക്സാക്ട്ലി അബവ് ദ ഫസ്റ്റ് റോ. നമ്മൾ ആദ്യം കണ്ട പോലെ. ഇപ്പം ഇതാണ് നമ്മുടെ സ്പിയർ. ഇതിന്റെ നേരെ മീതെ കൊണ്ടുവന്ന് അടുത്ത സ്പിയർ നമ്മൾ എന്താണ് വെക്കുകയാണ്, നേരെ മീതെ. കണ്ടോ? അതായത് ഇതേപോലത്തെ ഒരു റോ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് തന്നെ ഒന്നും കൂടി മുകളിൽ അതിന്റെ നേരെ മീതെ കൊണ്ടുവന്ന് വെക്കുകയാണ്. ലുക്സ് ലൈക്ക് ദിസ്. അപ്പം നമ്മൾ ഇതിനൊരു പേരിടുകയാണ്. നമ്മൾ ഈ അറേഞ്ച് ചെയ്ത ആ അറേഞ്ച്മെന്റിന് എ എന്ന് പേരിട്ടാൽ മുകളിലും അങ്ങനെ തന്നെ, അതിന്റെ മീതെയും അങ്ങനെ തന്നെ, അതിന്റെ മീതെയും അങ്ങനെ തന്നെ. കണ്ടോ? അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രക്ചർ കിട്ടും. ഇവിടെ 4 റോ ആണുള്ളത്. ഇങ്ങനെ സ്ട്രക്ചറിൽ ഒരാളെ നമ്മൾ എടുത്തു. സപ്പോസ് ഞാൻ ഇതിനെടുത്താൽ ഇത് ആരുമായിട്ട് കണക്റ്റഡ് ആണ്? 1 ഇങ്ങോട്ട് കണക്റ്റഡ് ആണ്, ഇങ്ങോട്ട് കണക്റ്റഡ് ആണ്, ഇങ്ങോട്ട് കണക്റ്റഡ് ആണ്, ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. സോ 4 1 2 3 4 4 പേരുമായിട്ടാണ് അത് ഷെയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം എൻ്റെ കോർഡിനേഷൻ നമ്പർ എന്തായിരിക്കും? 4 ആയിരിക്കും. ക്ലിയർ ആണോ? അതിന്റെ സെന്ററുകൾ തമ്മിൽ ഇങ്ങനെ ജോയിൻ ചെയ്താൽ, അതായത് ഇപ്പോൾ ഇത് ഞാൻ കൺസിഡർ ചെയ്താൽ ഇത് ഷെയർ ചെയ്തിരിക്കുന്ന ആൾക്കാർ ഇത് ഒന്നിത്
ഓക്കെ, ആ സെന്ററുകൾ തമ്മിൽ ഞാനിങ്ങനെ ജോയിൻ ചെയ്താൽ എനിക്ക് കിട്ടുന്നത് ഒരു സ്ക്വയർ ആയിരിക്കും. സോ ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് ആ സ്ക്വയർ ക്ലോസ് പാക്കിംഗ്. അതുകൊണ്ടാണ് ഇതിനെ സ്ക്വയർ ക്ലോസ് പാക്കിംഗ് എന്ന് പറയാം. നോക്കാം നമുക്ക്. ഇൻ ദിസ് അറേഞ്ച്മെന്റ് ഈച്ച് സ്പിയർ ഈസ് ഇൻ കോൺടാക്ട് വിത്ത് 4 adjacent സ്പിയർ. സപ്പോസ് കൺസിഡർ ദിസ് സ്പിയർ. ഈ സ്പിയർ നമ്മൾ കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇതിന് ചുറ്റുമുള്ള 1 2 3 4 4 അതായത് 1 2 3 4 ഈ 4 പേരുമായിട്ടാണ് ഈ നടുവിലുള്ള ഇത് ഷെയർ ചെയ്തിരിക്കുന്നത്. സോ ദിസ് കോർഡിനേഷൻ നമ്പർ ഈസ് 4. ക്ലിയർ? കോർഡിനേഷൻ നമ്പർ ഈസ് 4. When we join the centers of these spheres, we get a square. നമ്മൾ ഇതിന്റെ സെന്ററുകൾ തമ്മിൽ ഇങ്ങനെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നടുക്ക് കിട്ടുന്നത് ഒരു സ്ക്വയർ ആയിരിക്കും. ക്ലിയർ? സോ ദിസ് ക്ലോസ് പാക്കിംഗ് ഈസ് കോൾഡ് സ്ക്വയർ ക്ലോസ് പാക്കിംഗ് ഇൻ 2 dimensions. Is it clear? ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് മൂവ് ചെയ്യാം. അടുത്തത് എന്താണ്? ഹെക്സണൽ ക്ലോസ് പാക്കിംഗ്. അപ്പോൾ 2 dimensional രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് സ്ക്വയർ ക്ലോസ് പാക്കിംഗ്, ഒന്ന് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. ഹെക്സഗണലിന്റെ പേര് വെക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഹെക്സഗണിന്റെ ഷേപ്പ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടു സ്ക്വയർ ക്ലോസ് പാക്കിംഗിൽ 4 ഷെയർ ചെയ്തു. ഹെക്സഗണൽ എങ്ങനെയായിരിക്കണം? ഹെക്സഗൺ ഇരിക്കുന്നത് ഇങ്ങനെയാണ്. ഇതാണ് ഹെക്സഗൺ. 6 വശമുണ്ട്. സ്വാഭാവികമായിട്ടും 6 ആയിരിക്കും ഷെയർ ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. രണ്ടാമത് അറേഞ്ച്മെന്റ്, അതായത് നമ്മൾ ആ 4 ഇങ്ങനെ പറഞ്ഞില്ലേ, ഒന്നിന്റെ മീതെയല്ല, ഈ ഡിപ്രഷൻസ്, അതായത് ഈ വിടവ് നമ്മൾ ഡിപ്രഷൻസ് എന്ന് പറഞ്ഞാൽ ഡിപ്രഷൻസിൽ കൊണ്ടുവന്ന് വെക്കുമ്പോൾ കിട്ടുന്ന അറേഞ്ച്മെന്റ് ആണ് ഹെക്സണൽ ക്ലോസ് പാക്കിംഗിന്റെ ബേസ്. സോ ഹിയർ ദ സ്പേസ് ഓഫ് ദ സെക്കൻഡ് റോ ആർ പ്ലേസ്ഡ് ഇൻ ദ ഡിപ്രഷൻസ്. പ്ലീസ് നോട്ട് ഡിപ്രഷൻ ഓഫ് ദി ഫസ്റ്റ് റോ. നോക്കാം നമുക്ക്. ദിസ് ഈസ് ദ ഫസ്റ്റ് റോ ആൻഡ് സെക്കൻഡ് റോ പ്ലേസ് ചെയ്യുന്നത് ഇവിടെ അല്ല. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ എവിടെയാ? കണ്ടോ, ദേ ഈ ഒരു പൊസിഷനിലാണ്, ഈ ഒരു ഗ്യാപ്പിൽ. ദിസ് ഈസ് ദി ഗ്യാപ്പ്, ഡിപ്രഷൻ. ക്ലിയർ? അപ്പൊ അവിടെ കൊണ്ടുവന്ന് വെച്ചു. കണ്ടോ, ശ്രദ്ധിച്ചോ? ഡിപ്രഷനാണ് വെച്ചിരിക്കുന്നത്. അടുത്തതും അടുത്ത ഡിപ്രഷൻ. കണ്ടോ, പിന്നെയും ഡിപ്രഷനിൽ. സോ ലൈക്ക് ദിസ്. അപ്പൊ ഇവിടെ എ ഇതിന്റെ ഈ ഡിപ്രഷനിൽ കൊണ്ടുവന്നിട്ടാണ് അടുത്ത ആൾ വെച്ചിരിക്കുന്നത്. കണ്ടോ, എല്ലാവരും ഡിപ്രഷനിലാണ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. സെക്കൻഡ് റോ ഈസ് പ്ലേസ്ഡ് കണ്ടാ ഡിപ്രഷനിലാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. തേർഡ് റോയോ അത് അതിന്റെ ഡിപ്രഷനിലാണ് പ്ലേസ് ചെയ്യുന്നത്. കണ്ടോ, ഇവിടെയുള്ള ഡിപ്രഷൻ ഇങ്ങനെ പോകും. അപ്പൊ ഇതൊരു അറേഞ്ച്മെന്റ്. ഇതുപോലെ ഞാൻ തിരിക്കുന്നത് രണ്ടിനും ഒരേ പേര് എ എ. കണ്ടോ, ഇത് വേറെ അറേഞ്ച്മെന്റ്, കുറച്ച് നീങ്ങിക്കണം. കണ്ടോ, അതുപോലെയാണ് ഇത് തിരിക്കുന്നത്. അതുകൊണ്ട് ബി ബി. സോ ഇവിടുത്തെ ടോട്ടൽ അറേഞ്ച്മെന്റ് എങ്ങനെ പേര് വിളിക്കാം? എ ബി പിന്നെയും എ ബി. ക്ലിയർ? അപ്പൊ ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു ആറ്റം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് എത്ര പേരുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടാവും എന്നറിയാമോ? 1 2 3 4 5 6. So the coordination number is 6. Clear? Okay. The spheres of the third row are placed in the depression of the second row. നമ്മൾ പറഞ്ഞു third row this row A. ഇതാണ് third row. ഈ third row second row ഡിപ്രഷനിലാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ. ഈച്ച് സ്പിയർ ഇസ് ഇൻ കോൺടാക്ട് വിത്ത് 6 അഡ്ജസന്റ് സ്പിയർ. ഓരോ സ്പിയറും തൊട്ടടുത്തുള്ള 6 സ്പിയറുമായിട്ട് എന്താണ്? കോൺടാക്റ്റിലായിരിക്കും. ഓക്കെ, ക്ലിയർ? സോ നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും 6 ഒരെണ്ണോടി. കണ്ടോ? സോ ദ കോർഡിനേഷൻ നമ്പർ ഓഫ് ഈച്ച് സ്പിയർ ഇസ് 6. അപ്പോൾ ഓരോ സ്പിയറിന്റെ കോർഡിനേഷൻ നമ്പർ എത്രയാണ്? 6 ആണ്. വെൻ വി ജോയിൻ ദ സെന്റേഴ്സ് ഓഫ് ദി സ്പിയേഴ്സ് വി ഗെറ്റ് എ ഹെക്സഗൺ ലൈക്ക് ദിസ്. ഹെക്സഗൺ കിട്ടും. സോ നമ്മൾ എന്ത് പേര് വിളിക്കുന്നു? ഇത്തരം ക്ലോസ് പാക്കിങ്ങിനെ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ഇൻ 2 dimensions. Okay, clear? Thank you. Please visit next.